പ്രിയപ്പെട്ട കുട്ടികളെ, 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1ാം യൂണിറ്റ് യൂറോപ്പ് പരിവർത്തന പാതയിൽ ഈ യൂണിറ്റിന്റെ 2ാം ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്, അതിനുശേഷം കോൺസ്റ്റാന്റിനോപ്പിളിലെ ആളുകൾ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് കുടിയേറിയത്, എന്തായിരുന്നു അവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് കുടിയേറാൻ കാരണം എന്നീ കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ഇറ്റാലിയൻ നഗരങ്ങളുടെ പ്രാധാന്യം എന്താണ്, അതോടൊപ്പം തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിലെ ആളുകൾ വന്നതിന് ശേഷം അവർ ഇറ്റലിയിലെ അല്ലെങ്കിൽ ഇറ്റാലിയൻ നഗരങ്ങളിലെ ആളുകളുമായി കൂടിച്ചേർന്നുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് പിൽക്കാലത്ത് അവിടെ സംഭവിക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായി പോകുന്നത്. നമുക്കറിയാം, ഇറ്റാലിയൻ നഗരങ്ങളിലെത്തിയ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നുള്ള പണ്ഡിതന്മാരായ ആളുകൾ ഇറ്റാലിയൻ നഗരങ്ങളിലെ കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളുകളുമായി ചേർന്ന് പുതിയ പുതിയ സാഹിത്യ രചനകളും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളുമൊക്കെ അവതരിപ്പിക്കാനായി അവർ തയ്യാറാവുകയുണ്ടായി. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ 1300, 1400 ആ കാലഘട്ടത്തിൽ ഇറ്റാലിയൻ നഗരങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിൽ, ഗ്രീക്കും ലാറ്റിനുമായിരുന്നു പ്രധാന ഭാഷകളായി അറിയപ്പെട്ടിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഗ്രീക്കും ലാറ്റിനും. ഈ ഗ്രീക്ക് ഭാഷയിലും ലാറ്റിൻ ഭാഷയിലും ഒക്കെ എഴുതിയ കൃതികളെല്ലാം മതവും ദൈവവുമായി ബന്ധമുള്ളതായിരുന്നു. എല്ലാ ഗ്രന്ഥങ്ങളും മതവും ദൈവവുമായി ബന്ധമുള്ളവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഷകൾ ഡിവൈൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ദൈവികമായ ഭാഷകൾ, പരിശുദ്ധമായ പരിപാവനമായ ഭാഷകൾ എന്ന് അറിയപ്പെട്ടു. കാരണം അവയിൽ ഇറങ്ങിയ പുസ്തകങ്ങളെല്ലാം, കൃതികളെല്ലാം മതവും ദൈവവുമായി, വിശ്വാസവുമായി എല്ലാം ബന്ധമുള്ളവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പണ്ഡിതരുടെ ഭാഷയായി, പുരോഹിതരുടെ ഭാഷയായി ഈ 2 ഭാഷകളും അറിയപ്പെട്ടു. എന്നാൽ പിൽക്കാലത്ത് ആ മേഖലയിലെ സാധാരണക്കാരുടെ ഭാഷകളായ ഗ്രീക്കിനും ലാറ്റിനും പുറമെ സാധാരണക്കാരുടെ ഭാഷകളായ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് എന്നിവ വ്യാപകമായി. അത് പ്രത്യേകം ഓർക്കുക, ഗ്രീക്കും ലാറ്റിനും ദൈവിക ഭാഷ അല്ലെങ്കിൽ പരിശുദ്ധമായ ഭാഷ എന്ന രീതിയിലാണ് കരുതപ്പെട്ടിരുന്നതെങ്കിൽ സാധാരണക്കാരുടെ ഭാഷകളായിരുന്നു സ്പാനിഷും ഫ്രഞ്ചും ഇംഗ്ലീഷും. ഇങ്ങനെ സാധാരണക്കാരുടെ ഭാഷകളിൽ ധാരാളം കൃതികളുണ്ടായി. പുതിയ എഴുത്തുകാരുണ്ടായി. മാത്രമല്ല, ഇങ്ങനെ സാധാരണക്കാരുടെ ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിലെയൊക്കെ ആശയങ്ങൾ മനുഷ്യനുമായി ബന്ധമുള്ളവയായിരുന്നു. ദൈവവുമായും മതവുമായും ബന്ധമുള്ളവയല്ല, മനുഷ്യനുമായി ബന്ധമുള്ളവ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രയാസങ്ങൾ, മനുഷ്യന്റെ ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, അവന്റെ ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം. അപ്പൊ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ സാഹിത്യകാരന്മാർ, ഈ ഫ്രഞ്ച്, അതുപോലെ ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷയിലൊക്കെ എഴുതിയ ആളുകൾ അവയ്ക്കാണ്, എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യമുള്ള, മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യമുള്ള ഒരു കാഴ്ചപ്പാടിന് നമ്മളൊരു പേര് പഠിക്കുന്നുണ്ട്. അതാണ് മാനവികത. അതില് ഈ പറഞ്ഞ പോലെ എന്താണ് മാനവികത? മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മനുഷ്യന്റെ ദാരിദ്ര്യം, അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അവന്റെ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, ഇതൊക്കെ അതിൽ വരും. അപ്പോൾ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് എന്തെന്ന് പറയുന്നത്? മാനവികത എന്ന് പറയുന്നു. അപ്പൊ നോക്കൂ, ഇങ്ങനെ ധാരാളം കൃതികളുണ്ടായി, ധാരാളം എഴുത്തുകാരുണ്ടായി. ഇവരൊക്കെ സാധാരണക്കാരന്റെ ഭാഷയിലാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇതൊക്കെ വായിച്ചു.
ഗ്രീക്ക് ലാറ്റിൻ ഭാഷയിലുള്ള പുസ്തകങ്ങൾക്ക് പുറമെ സ്പാനിഷ് ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഫ്രഞ്ച് ഭാഷയിലുമൊക്കെ ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയപ്പോൾ, കൃതികൾ ഉണ്ടായപ്പോൾ ധാരാളം ആളുകൾ അതൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ അത് അറിവിന്റെ വ്യാപനത്തിന് കാരണമായി. അതുകൊണ്ട് തന്നെ പുതിയ 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 ആശയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആളുകൾ അതിലൊക്കെ ആകൃഷ്ടരാവുകയും പുതിയ പുതിയ കൂടുതൽ ആശയങ്ങളെ, പുതിയ പുതിയ കൂടുതൽ കണ്ടെത്തലുകളെ തേടിപ്പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ, ഇപ്പൊ പഴമയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ 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 കാര്യങ്ങൾ കൂടുതലായി അന്വേഷിച്ച് കണ്ടെത്താൻ, നമ്മൾ പുസ്തകത്തിൽ പറയുന്നു അന്വേഷണ ത്വര എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ, പുതിയ കാര്യങ്ങളെ അവർ നേടിയ അറിവിന്റെ വെളിച്ചത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുക. അങ്ങനെ അന്വേഷണ ത്വര ഇത് വലിയ ഒരു മാറ്റമാണ് അക്കാലത്ത് സമൂഹത്തിൽ ഉണ്ടാക്കിയത്. ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള അവരുടെ താല്പര്യം, അതോടൊപ്പം തന്നെ അറിവ് വ്യാപകമായതോടെ സമൂഹത്തിൽ വന്ന മാറ്റം, ഈ മാറ്റം മൊത്തത്തിലുള്ള എന്ന് പറഞ്ഞാൽ ശാസ്ത്രരംഗത്തും കലാരംഗത്തും കണ്ടുപിടുത്തങ്ങളുടെ രംഗത്തും ചിത്രകലയുടെ രംഗത്തും അതുപോലെ തന്നെ മതരംഗത്തും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ മാറ്റങ്ങളെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഒരു പ്രത്യേക പേര് പഠിക്കുന്നു, നവോത്ഥാനം എന്ന് പറയുന്നത്. റിനൈസൻസ്, യൂറോപ്യൻ ട്രാൻസിഷൻ. നമ്മുടെ യൂണിറ്റിന്റെ പേര് തന്നെ എന്താണ്? യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്നാണ്. ഇംഗ്ലീഷ് യൂണിറ്റിലെ പേരാണ് യൂറോപ്യൻ ട്രാൻസിഷൻ. അപ്പൊ നോക്കുക, ഈ പരിവർത്തനം എന്ന് പറഞ്ഞാൽ ഈ മാറ്റം ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. അപ്പൊ ഏതൊക്കെ രംഗങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി? ജനങ്ങള് പുതിയ 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 കാര്യങ്ങൾ അവര് അന്വേഷിച്ച് കണ്ടെത്താൻ തുടങ്ങി. അപ്പൊ അത് ശാസ്ത്രരംഗത്തെ മാറ്റങ്ങൾക്ക് കാരണമായി, കലാരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായി, സാഹിത്യരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായി, ചിത്രകലാരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായി, അതുപോലെ തന്നെ മതരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായി. ഇങ്ങനെയുള്ള ഈ മാറ്റങ്ങളെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് നവോത്ഥാനം എന്നത്. ഇനി നോക്കൂ, നമുക്ക് പ്രധാനമായിട്ട് അതിൽ ആദ്യം പറഞ്ഞു പോവേണ്ടത് നവോത്ഥാനം സാഹിത്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നതാണ്. അവിടെ നമ്മൾ ഓർക്കേണ്ടത്, ആദ്യം ഓർക്കേണ്ട ഒരു പേരുണ്ട്. എന്താണ്? നവോത്ഥാനത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് റിനൈസൻസ് എന്നാണ്. നമ്മൾ ഓർക്കുക, പെട്രാർക്ക് എന്ന് പറയുന്ന സാഹിത്യകാരനാണ് നവോത്ഥാനത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് സീക്രട്ടം. എന്താണ്? സീക്രട്ടം. പെട്രാർക്കിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് സീക്രട്ടം. അദ്ദേഹത്തിന്റെ ചിത്രം നമുക്ക് ക്ലിപ്പിലൂടെ പരിചയപ്പെടാം. നമ്മുടെ സ്ലൈഡ് ഉണ്ട്, അതിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ചിത്രം പരിചയപ്പെടാം. 3 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. നവോത്ഥാനത്തിന്റെ പിതാവ് ആരായിരുന്നു? പെട്രാർക്കാണ്. ഏതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം? സീക്രട്ടം. പെട്രാർക്ക് അറിയപ്പെടുന്നത് ഏത് തരത്തിലാണ്, ഏത് വിധത്തിലാണ്? നവോത്ഥാനത്തിന്റെ പിതാവ്. അപ്പോ പെട്രാർക്കിന്റെ ഈ കാര്യങ്ങൾ, പെട്രാർക്കിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കും. അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 10 മറ്റ് പ്രസിദ്ധരായ അക്കാലത്തെ ചില എഴുത്തുകാരെ കുറിച്ച്, ചില എഴുത്തുകാർ എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് വളരെ കുറച്ച് ആളുകളുടെ പേരുകളെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളൂ. ഉയർന്നുള്ള ക്ലാസ്സുകളിൽ 9ലും 10ലും ഒക്കെ നിങ്ങൾക്കത് കൂടുതൽ ആളുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ആളുകളാണ്. ഒന്ന് ഡാൻഡെ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഡിവൈൻ കോമഡി. മറ്റൊരാളാണ് ബൊക്കാച്ചിയോ. ബൊക്കാച്ചിയോയുടെ പ്രസിദ്ധമായ കൃതിയാണ്, പുസ്തകമാണ് ഡെക്കാമറൺ കഥകൾ. മറ്റൊരാൾ സെർവാന്റേ, ഡോൺ കിക്സോട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. ഡോൺ കിക്സോട്ട് യുദ്ധകൊതിയനായ ഒരു പ്രഭുവായിരുന്നു. അവരുടെ ഭാഷയിൽ ഡോൺ കിഹോട്ടെ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. നമ്മൾ പറയുമ്പോൾ ഡോൺ കിക്സോട്ട്. അപ്പോൾ അദ്ദേഹം യുദ്ധകൊതിയനായ ഒരു പ്രഭുവായിരുന്നു. മാത്രമല്ല അക്കാലത്തെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ യുദ്ധത്തോടുള്ള യുദ്ധക്കൊതിയും അതുപോലെ തന്നെ സമ്പത്തിനോടുള്ള ആർത്തിയും അതുപോലെ സാധാരണക്കാരെ അവർ ദ്രോഹിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ ഈ യുദ്ധക്കൊതിയൊക്കെ പരിഹസിച്ചുകൊണ്ട്, രാജഭരണത്തെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതിയായിരുന്നു സെർവാന്റേയുടെ ഡോൺ കിക്സോട്ട്. മറ്റൊരാള് ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. അദ്ദേഹം ഇതേപോലെ നല്ല രീതിയിൽ ആ കാലത്ത് നിലനിന്നിരുന്ന പൗരോഹിത്യത്തെയൊക്കെ എതിർക്കുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നു ഇറാസ്മസ്. ഇൻ പ്രൈസ് ഓഫ് ഫോളി, അതായത് വിഡ്ഢിത്തത്തെ പുകഴ്ത്തൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. വിഡ്ഢിത്തത്തെ പുകഴ്ത്തൽ.
അപ്പോൾ ഈ ആളുകളെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പട്ടിക നമുക്ക് ഇതിനായിട്ട് തന്നിട്ടുണ്ട്. ഈ പട്ടികയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചുവടെയുള്ള പട്ടികയിൽ നവോത്ഥാന സാഹിത്യകാരന്മാരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. അവയ്ക്ക് നേരെയുള്ള കോളത്തിൽ അവരുടെ പുസ്തകങ്ങളുടെ പേര് എഴുതുക. പട്ടിക നിങ്ങൾ പൂർത്തിയാക്കാനുള്ളതാണ്, വർക്ക്ഷീറ്റായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അതിലൊരു ഭാഗത്ത് സാഹിത്യകാരന്മാരുടെ പേര് തന്നിട്ടുണ്ട്, മറ്റേ ഭാഗത്ത് പുസ്തകങ്ങളുടെ പേര് നിങ്ങൾ ചേർക്കണം. ഈ പറഞ്ഞ പേരുകളാണ് നിങ്ങൾ, സാഹിത്യകാരന്മാരുടെ പേര് തന്നിരിക്കുന്നു, അവരുടെ കൃതികളുടെ പേരുകൾ, പുസ്തകങ്ങളുടെ പേരുകളാണ് നിങ്ങൾ ചേർക്കേണ്ടത്. ഇതാണ് പ്രധാനമായിട്ട് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയാം, നവോത്ഥാനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. എന്താണ് നവോത്ഥാനം? എന്താണ് നവോത്ഥാനം? നമ്മൾ ഓർക്കുക, ശാസ്ത്രരംഗത്ത് 14-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രരംഗത്തും കലാരംഗത്തും ചിത്രകലാരംഗത്തും മതരംഗത്തും ഒക്കെ നടന്ന വലിയ മാറ്റങ്ങളാണ്, അല്ലെ? വലിയ വലിയ മാറ്റങ്ങളെയാണ് നവോത്ഥാനം എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ മാനവികത എന്താണ്? മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് എന്ത്? മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദാരിദ്ര്യം, അവന്റെ കഷ്ടപ്പാടുകള്, അവന്റെ രോഗങ്ങള്, ദുരിതങ്ങള്, ഇവയൊക്കെ കുറിച്ചുകൊണ്ട് ഉള്ള, അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, ആ മനുഷ്യന്റെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടുള്ള പുസ്തകങ്ങൾ അക്കാലത്തുണ്ടായി. സാധാരണക്കാരന്റെ ഭാഷകളായ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സ്പാനിഷ് ഭാഷ, ഫ്രഞ്ച് ഭാഷ, ഇതിൽ സാധാരണക്കാരന്റെ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടുള്ള കൃതികളാണ് അക്കാലത്തെ എഴുത്തുകാർ എഴുതിയത്. അതുകൊണ്ട് തന്നെ അതിൽ ധാരാളം ആളുകൾ വായിക്കാനും അത് ചർച്ച ചെയ്യാനൊക്കെ തയ്യാറായി. അങ്ങനെ അറിവിന്റെ വ്യാപനത്തിന് അത് കാരണമായി. അപ്പം നവോത്ഥാനം എന്താണെന്നുള്ളത് നമ്മൾ ഈ ഭാഗത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ മാനവികത എന്താണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ പണ്ട് കാലത്ത് ഗ്രീക്കും ലാറ്റിനും ദൈവിക ഭാഷകളായി അറിയപ്പെട്ടിരുന്നു, ഡിവൈൻ ലാംഗ്വേജസ് ആയിരുന്നു. എന്നാൽ പിൽക്കാലത്ത് സാധാരണക്കാരന്റെ ഭാഷകളായി അറിയപ്പെട്ടത് സ്പാനിഷും ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ നമ്മൾ സാഹിത്യരംഗത്ത് നവോത്ഥാനം കൊണ്ടുവന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ പേര് പറഞ്ഞത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ്. പെട്രാർക്കിന്റെ പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം. പിന്നെ മറ്റുള്ള സാഹിത്യകാരന്മാരുടെ പേരുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അവരുടെ ചിത്രങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പട്ടിക പൂർത്തിയാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം കൂടി നിങ്ങൾക്ക് ഈ പാഠഭാഗവുമായിട്ട് പൂർത്തിയാക്കാനുണ്ട്.